ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് 2 വെറൈറ്റി ഡിന്നർ റെസിപ്പീസ് ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മക്രോണി സാലഡ് ആണ്. സെക്കൻഡ് വൺ ചിക്കൻ ലെബനീസ് ടിക്കയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഫുഡ് കഴിച്ച് മടുത്തവർ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്ക്. നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് മക്രോണി സാലഡാണ്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് വെജീസൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സവോള, തക്കാളി, ക്യാരറ്റ്, കുക്കുംബർ, കോൺ ഒക്കെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാതും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും ഹാഫ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസ് എല്ലാം ഒരു ബൗളിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങനീര്, പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ ഇട്ടിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കുഞ്ഞി പീസസ് ആക്കിയിട്ട് അതിലേക്ക് ഉപ്പ്, പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ ഇട്ടിട്ട് നമ്മളിതേ ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ വെജീസിൽ കൂടെ തന്നെ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു മക്രോണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിക്കനും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിൽ നോക്കിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പെപ്പർ പൗഡർ, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫൈനലി മയോണൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മക്രോണി സാലഡ് റെഡിയാണ്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് മുകളിൽ കുറച്ച് മല്ലിയില കൂടി വെതറി കൊടുക്കുക. അപ്പോൾ സംഭവം സെറ്റ്. ഇനി സെക്കൻഡ് വൺ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ചിക്കൻ ലെബനീസ് ടിക്ക. അതിനായിട്ട് ഞാൻ ഈ ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് പീസ് തന്നെ കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ, പിന്നെ നാരങ്ങനീര്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടിയിട്ടുള്ള പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനൊരു 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ചാട്ട് മസാല, പിന്നെ കേടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു 45 മിനിറ്റ്സ് എങ്കിലും നമ്മൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മളിത് ഇതുപോലെ സ്ക്യൂവേഴ്സ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം, ഒണിയനൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ചിക്കൻ മാത്രമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് ഞാനിവിടെ ഒരു സ്ക്യൂവറിൽ 4 ചിക്കൻ വെച്ചിട്ടൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അത് കാരണം കുറേശ്ശെയാണ് ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ബട്ടറിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ, ഈ ഒരു ചിക്കൻ. അപ്പോൾ ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും കൂടിയും അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും അങ്ങനെ എല്ലാ സൈഡും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ആ ഒരു ലെബനീസ് സോസ് പ്രിപ്പയർ ചെയ്യണ്ടേ. അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിലും ബട്ടറും കൂടി മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് ഗാർലിക് പൗഡറും കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പെപ്പർ പൗഡർ, പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സോസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചിക്കൻ്റെയും മുകളിലായിട്ട് നമുക്ക് ആവശ്യത്തിന് സോസ് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചിക്കൻ ലെബനീസ് ടിക്ക കൂടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 2 ഐറ്റംസും നല്ല അടിപൊളി ടേസ്റ്റുള്ള, കാണാനായാലും നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, നമുക്കായാലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി 2 റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പീസ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.